വൈറലാക്കോ വീണ്ടും? ഒരു കണക്കിന് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്തായാലും സിബിൻ എങ്ങനെയുണ്ട് വൈറൽ ജീവിതം? നന്നായിരിക്കുന്നു. ആദ്യം എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വിളിച്ച റൈറ്റൽ അസോസിയേഷന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ TV വാങ്ങിയ കാലം മുതൽക്കേ തന്നെ ഞാൻ കണ്ട ഒരുപാട് മുഖങ്ങളുണ്ട് ഇവിടെ. കോമഡി മിമിക്സും പിന്നെ ഞാനും എന്ന് പറഞ്ഞ് എന്നെ ഒത്തിരി ചിരിപ്പിച്ച പ്രസാദേട്ടനുണ്ട്. അതുപോലെ ബഡായ ബംഗ്ലാവിലെ നമ്മുടെ മനോജേട്ടൻ, പിന്നെ ഇതാ ഇപ്പം അഖിലേട്ടൻ എന്താ പറയുക, ഫ്ലവേഴ്സിൽ കിടന്ന് ഓടി നടന്ന് നമ്മളെ ചിരിപ്പിക്കുകയാണ്. പിന്നെ ഇത് ഇദ്ദേഹം കോമഡി കസിൻസ് എല്ലാ പ്രോഗ്രാമും എനിക്ക് ഓർമ്മയുണ്ട്. ചേട്ടൻ്റെ ഷോസ് കൈരളി TV ചേട്ടൻ്റെ ഷോസ്, രാജാസാഹിബ് ഏട്ടൻ, ചേട്ടൻ എല്ലാവരും ലെഫ്റ്റും റൈറ്റും സെൻറ്ററും എവിടെ നോക്കിയാലും എൻ്റെ കുട്ടിക്കാലം മുതൽ ഈ നിമിഷം വരെ എന്നെ കുടുകുടാ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒത്തിരി മുഖങ്ങൾ കാണാൻ സാധിക്കുന്നു. അവരോടൊപ്പം വേദിയിൽ ഇരിക്കാൻ സാധിച്ചതും എൻ്റെ വലിയ മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. താങ്ക് യു സോ മച്ച്. അതായത് സിബിൻ ഇപ്പോഴും കുട്ടി, ഞങ്ങളൊക്കെ അപ്പന്മാര് എന്നാണ് നീ ഉദ്ദേശിച്ചത്? ഒരു സംശയമല്ല, ഒരു നല്ലൊരു ഹെഡ് ബാങ്കിങ് അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ബിഗ്ഗൊക്കെ ഇളകി വീഴും. സിബിനെ ചേട്ടാ, നമ്മുടെ ഇപ്പോൾ ഈ റൈറ്റൽ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ, ചിരി എഴുത്തുകാരുടെ ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഗംഭീരമായ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തി വരികയാണ്. റൈറ്റലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, തീർച്ചയായും. ഈ റൈറ്റൽ അസോസിയേഷൻ ആക്ച്വലി ഞാനും ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. ചില എന്താ പറയുക, റിയാലിറ്റി ഷോസിലാണെങ്കിലും സ്കിറ്റ് എഴുതുന്ന സമയത്ത് റൈറ്റൽ അസോസിയേഷൻ്റെ മെമ്പേഴ്സുമായിട്ടാണല്ലോ എഴുതുന്നത്. പിന്നെ റൈറ്റലിൽ തന്നെ ഒരു ഷോയ്ക്ക് എന്നെ വിളിച്ചിരുന്നു, പക്ഷേ എന്നെന്തോ നിർഭാഗ്യം വെച്ചാൽ എനിക്ക് വരാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് റൈറ്റൽ അസോസിയേഷനെ കുറിച്ച്. വെൽക്കം ചെയ്യാം ടീം ഹെവൻസ് കൊച്ചി. വെൽക്കം. ആടത് കറണ്ടിട്ടാത്ത വീട്ടിൽ നിന്ന് ബെല്ലടിക്കുന്നത് ആടാ? നീ ഹിന്ദിക്കാരനാ? എന്താണ് രാവിലെ കാര്യം? ഇവിടെ മിമിക്രി പഠിപ്പിക്കുന്ന ചേട്ടനല്ലേ ചേട്ടാ? അല്ല, മിമിക്രി ചേട്ടനല്ല, അവൻ മൈക്കാട് പണിക്ക് വേണ്ട. ഞാനാണ് മിമിക്രി പഠിപ്പിക്കുന്നത്. എന്താണ് ചേട്ടാ? എനിക്ക് മിമിക്രി പഠിക്കണം ചേട്ടാ. മിമിക്രി പഠിക്കണമെന്ന്? എടാ, ഈ ഹിന്ദിക്കാരന്മാർ എല്ലാ മേഖലകളിലും കയറി അങ്ങ് നശിപ്പിച്ച് കൊളാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു ഫീൽഡും കൂടെ ഉള്ളു നശിക്കാനായിട്ട്. ഈ മിമിക്രി കൊണ്ട് നടന്നാലും ജീവിതം മുന്നോട്ട് പോകത്തില്ല. നിനക്ക് മറ്റെന്തെങ്കിലും ജോലി അറിയാവോ? ഞാൻ ഹോട്ടലില് പൊറോട്ട അടിക്കുന്ന പണിയാണ്. പൊറോട്ട അടിക്കുന്ന പണിയുണ്ടല്ലേ? അപ്പം ഒരു കാര്യം ചെയ്യ്, നീ കൊണ്ടുവന്നിട്ടുണ്ടോ? പൊറോട്ടയാണോ? പൊറോട്ട അല്ലടാ, നീ മിമിക്രി പഠിക്കാനായിട്ട് വന്നല്ലേ? ഈ മിമിക്രി പഠിക്കണമെന്നുണ്ടെ ആദ്യം ദക്ഷിണയൊക്കെ വെച്ച് വേണം തുടങ്ങാനായിട്ട്. അതറിഞ്ഞൂടല്ലേ? ദക്ഷിണ വെക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ നീ അങ്ങ് വടക്കേന്ത്യക്കാരനല്ലേ, നമ്മളൊക്കെ അങ്ങ് ദക്ഷിണേന്ത്യക്കാരാണ്. ദക്ഷിണേന്ത്യ ചേട്ടൻ ദക്ഷിണേന്ത്യ അല്ല, ചേട്ടനുള്ള ദക്ഷിണേന്ത്യന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഭഗവാനെ, ബംഗാളിയുടെ രൂപത്തിലാണല്ലോ മഹാലക്ഷ്മി നേരിയിരിക്കുന്ന ഈശ്വര ഭഗവാനെ നല്ല കാത്തിരിക്കുക. അപ്പൊ നിന്നെ ഈ തന്നിരിക്കുന്ന പൈസയ്ക്കുള്ള ചെറിയ ചില ഐറ്റങ്ങൾ ഞാൻ പഠിപ്പിച്ച് നിന്നെ ഒന്ന് സെറ്റാക്കാം. അടുത്ത ബംഗാളിലെ കേരളോത്സവത്തിൽ പോയിട്ട് നീ മത്സരിക്കണം. പറഞ്ഞു മനസ്സിലായല്ലേ? നമുക്ക് ഒബ്സർവേഷൻ മാത്രം മതി. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒബ്സർവേഷൻ കൊണ്ട് മാത്രം നമുക്ക് മിമിക്രി പഠിക്കാൻ പറ്റും. ചുറ്റുപാടുണ്ടാകുന്ന ശബ്ദങ്ങൾ, അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ശബ്ദങ്ങളെല്ലാം ഇതിന് മിമിക്രി ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഈ ശ്രുതി എന്ന് പറയുന്ന ശ്രുതിപ്പെട്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അല്ല തമ്പുരു. അതിൽ മൂന്നാമത്തെ ശബ്ദത്തിൽ സിനിമാ നടൻ മണിക്കുട്ടൻ്റെ, ബിഗ് ബോസിൽ വിന്നറായ മണിക്കുട്ടൻ്റെ ശബ്ദമുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോളാം, കൂടെ പിടിച്ചോളാം. രണ്ടാമത് ഞാൻ പറഞ്ഞു തരത്തില്ല, പറഞ്ഞു മനസ്സിലായില്ലേ? ശ്രദ്ധിച്ച് കേട്ടോ. സത്യം പറഞ്ഞ ഫാത്തിമ പോയതിന് ശേഷം ഞാൻ ഖദീജയുടെ ലൈന വന്നു. ചെമ്മീൻ ബിസിനസ്സുകാരൻ മൊയ്തുട്ടീൻ്റെ മോള് ഓള് വന്നതിന് ശേഷം ഞാൻ രക്ഷപ്പെട്ടത്. ബൈക്ക് മാറ്റി, വീട് വാർത്ത്, മാർബിൾ ഫ്ലോറിങ്, LCD TV. കേട്ടില്ലേ? ഇത് രണ്ടും ഒരു ടോണിൽ കിടക്കണതാണ്. ഇനി പിടിച്ചോളാം, കൂടെ പിടിച്ചോളാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ മുട്ടനാടൊക്കെ വിളിക്കുന്ന ശബ്ദം ഉണ്ടല്ലോ, മുട്ടനാടൊക്കെ വിളിക്കുന്ന ഈ മുട്ടനാടിന്റെ ശബ്ദത്തിൽ മലയാളത്തിന്റെ പ്രിയങ്കര നടൻ സുരേഷ് കൃഷ്ണയുടെ ശബ്ദമുണ്ട്. ശ്രദ്ധിച്ചോളാം. മുട്ടനാട് വിളിക്കുന്നതാണ്, സാധാരണ നാടല്ല. മുട്ടനാട് പെണ്ണാടിനെ കാണുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ വിളിക്കും. അച്ഛൻ വിളിച്ച് കാര്യം പിടിക്കട്ടെ, ബാറോ സാറ് ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുമ്പോൾ ആരും കരുതിയില്ല. അതിനെ കുറിച്ച് ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. മനസ്സിലായില്ലേ? രണ്ട് കണക്റ്റഡ് ആയി കിടക്കുന്ന ശബ്ദമാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ പിടിച്ചോളാം, കൂടെ പിടിച്ചോളാം. ഈ സ്പാനർ ഒക്കെ ഇട്ട് നമ്മൾ ബോൾട്ട് തുരുമ്പിച്ച ബോൾട്ട് ലൂസ് ചെയ്യുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും. അതിലാണ് നമ്മൾ ബിജുക്കുട്ടൻ ചേട്ടൻ്റെ ശബ്ദം ഉണ്ടാവുന്നത്. നോക്കിയോ, ഈ തുരുമ്പിച്ച ബോൾട്ട് നമ്മൾ പിടിക്കുമ്പോഴത്തേക്ക് മനസ്സിലായില്ലേ? ഇതിലാണ് ഈ ശബ്ദം ഉണ്ടാവുന്നത്. മാത്രമല്ല, നമ്മളെ ഈ ഉപ്പൻ എന്ന് പറയുന്നൊരു ജീവിയുണ്ട്, ചെമ്പോത്ത് എന്ന് പറയുന്ന നാട്ടിൽ ഒരു കിളിയുണ്ട്. ഇതിന്റെ ഒച്ചയിൽ നിന്നാണ് നമ്മുടെ സുരാജേട്ടന്റെ ചിരി ഉണ്ടാവുന്നത്. ശ്രദ്ധിച്ചു നോക്കണം, ഞാൻ രണ്ടാമത് പറഞ്ഞു തരത്തില്ല, കൂടെ പിടിച്ചോളാം. ശ്രദ്ധിച്ചു നോക്കാം. എങ്ങനെ ചിരിക്കാതിരിക്കും? പുള്ളിക്കാരൻ ചിക്കൻ കുനിയ വരുമെന്ന് പേടിച്ച് നാട്ടിൽ നിന്ന് ടിണ്ടുകളിലുള്ള മോളുടെ വീട്ടിൽ പോയതാ. അവിടെ വെച്ച് കാള കുത്തി മരിച്ചു. എന്തോ എങ്ങനെ? ഇതൊന്നും വെക്കരുതടാ.
ഇതുപോലെ നമ്മൾ ഒബ്സർവേഷൻ കൊണ്ട് മാത്രമല്ല, ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. നിന്റെ കഴിവ് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയണ്ടേ, എങ്കിലല്ലേ എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ചേട്ടാ എന്റെ കയ്യിൽ കുറെ സാധനമുണ്ട് ചേട്ടാ. പറക്കിറക്ക് ഞാനും മെമിക്രി ഒക്കെ കാണിക്കാം ചേട്ടാ. കാണിക്കും. അപ്പൊ നിന്റെ ഐറ്റങ്ങളൊന്ന് കാണിച്ചു കട്ടപ്പന ഋതിക് റോഷൻ സിനിമയില്ല ചേട്ടാ. നായകന്റെ സൗണ്ട് വിഷ്ണുവിന്റെ കൃഷ്ണന്റെ ശബ്ദം ഒന്ന് കാണിച്ചേ. കണ്ട പെണ്ണുങ്ങളൊക്കെ ഏത് പാതിരാത്രി ഒന്ന് ഫോൺ വിളിച്ചാലും നിനക്കൊക്കെ സംസാരിക്കാൻ സമയമുണ്ട്. സ്വന്തം അമ്മ ഒന്ന് വിളിച്ചാ നിനക്ക് സംസാരിക്കാൻ സമയമില്ല ദാസപ്പ. നീ നിന്റെ അമ്മനോട് അങ്ങനൊന്നും പറയലടാ, ഇത് ഭയങ്കര സങ്കടാടാ. എങ്ങനെയാണ് ചേട്ടാ? പോളി മച്ചാൻ ഇനി പിന്നെ അടുത്ത സാധനമുണ്ട്, കേട്ടോളൂ. അടുത്തുണ്ട്. എനിക്കത് അപ്പഴേ തോന്നടി പിള്ളേരെ. എന്റെ ചെറുപ്പക്കാരൻ നിൽക്കുന്ന മുത്തശ്ശിക്കുണ്ടായിരുന്നു, വേലക്കാരി ചെല്ലുമ്പൊക്കുണ്ടായിരുന്നു, അയൽവക്കത്തിലെ പെണ്ണുങ്ങൾക്കുണ്ടായിരുന്നു. ഒക്കെ തീർത്തവിടാണ് ഈ മുത്തശ്ശൻ. സത്യസന്ധനാ, കൃത്യം 6 മണിക്ക് തന്നെ ജോലിക്ക് വരും. ഞാനേ KSRTC വഴിയിൽ ആര് കൈ കാണിച്ചാലും നിർത്തുന്ന പ്രൈവറ്റ് ബസ്സിൽ എനിക്ക് കേറണ്ട. അടിപൊളി അടിപൊളി. ഇത് മിക്കവാറും ഞാൻ നിങ്ങളുടെ ട്രൂപ്പ് തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇനി വേറെ സാധനം ചേട്ടാ, വെറൈറ്റി ഉണ്ട് ചേട്ടാ. വെറൈറ്റി ഉണ്ടാ? നമ്മുടെ വീട്ടിലെ കോഴിയില്ലേ ചേട്ടാ, പൂവൻ കോഴി. പൂവൻ കോഴി ശരിക്കണത് കണ്ടിട്ടുണ്ടോ ചേട്ടാ? പൂവൻ കോഴി കരയുന്നുണ്ടോ, ചിരിക്കുന്നുണ്ടല്ല? ചേട്ടാ ഇക്കിളിട്ട് ഓക്കെ ചേട്ടാ, ഇപ്പൊ ശരിയാക്കി തരാം. ഇക്കിളിടണം. ഓക്കെ. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ചേട്ടാ വേറെ ഉണ്ട് ചേട്ടാ. ഇനിയുണ്ടോ? ഈ കോഴിനെ കൊല്ലാൻ വിളിക്കൂലേ ചേട്ടാ? കൊല്ലാൻ വിളിക്കുമ്പോ കരയണത് കണ്ടോ ചേട്ടാ? ഇല്ല. അയ്യോ 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 അയ്യോ. ഇനിയുണ്ട് ചേട്ടാ, ബാറിസ് പറയല്ലേ, ബാറിസ്. മഴ പെയ്യുമ്പോ ബാറിസ് പറയുമ്പോ തവളകള് കറയൂലേ, തവളകള്. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. കരയുള്ള ചേട്ടാ, കാണിച്ചു തരാം. കണ്ടോ? ഇതിനൊരു പാമ്പ് പിടിച്ചാ നീ എന്ത് ചെയ്യും ഈ തവളനെ? ഇതിനെ പാമ്പ് പിടിച്ച ചേട്ടാ, എടാ എന്തായാലും നിന്റെ ഈ കഴിവിന്റെ മുമ്പില് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. എടാ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നീ എനിക്കല്ലടാ ദക്ഷിണ തരാനുള്ളത്. പിന്നെ ചേട്ടാ നീ വന്നപ്പോ ഞാൻ ഹിന്ദിക്കാരനാണെന്ന് കരുതി കളിയാക്കിയെങ്കിലും നീ ഇതാണ്ട ഈ ദക്ഷിണ നീ അങ്ങ് സ്വീകരിക്കണം. ചേട്ടാ എടാ ഈ ദക്ഷിണ എന്റെ വകയായിട്ട് നിനക്കിരിക്കട്ടെ. ഇനി ഇതാണ്ടേ ഇതൂടെ വെച്ചോ. നിനക്കൊരു തൊഴിൽ അറിയാലോ. എന്താണ്? പൊറോട്ടടി. അത് എന്നെ പഠിപ്പിച്ചേരണം. എടാ ഈ മിമിക്രി കലാകാരന്മാരെന്ന് പറയുന്നത് ഒരു സീസണിൽ മാത്രമാണ് അവര് വല്ല വെള്ളമെങ്കിലും കുടിച്ച് കിടക്കുന്നത്, അല്ലാത്തപ്പോ മുഴു പട്ടിണി കണ്ടിരിക്കാ. ട്രെയിൻ പോണത് കണ്ടിട്ടുണ്ടോ ചേട്ടാ? കണ്ടിട്ടുണ്ടെങ്കിൽ അല്ല കണ്ടിട്ടുണ്ടോ ചേട്ടാ? കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ചേട്ടാ, എനിക്കൊന്ന് കാണിച്ചു തരൂ ചേട്ടാ. സൗത്തിലോട്ടോ, അവിടെ ഇപ്പൊ ട്രെയിൻ പോണ സമയമാണ്. ഓക്കെ ചേട്ടാ.